ഹലോ, എൻ്റെ പേര് സാം ജോൺ. കഴിഞ്ഞ ദിവസം ഹ്യൂസ്റ്റൺ വോയിസിന് വേണ്ടി ഒരു ബൈറ്റ് കൊടുത്തിരുന്നു. എനിവേ, ഹ്യൂസ്റ്റൺ വോയിസും ശനിക്കും ഉള്ള എൻ്റെ നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഞങ്ങൾ ഒക്ലഹോമ സിറ്റി, ഒക്ലഹോമയിൽ താമസിക്കുന്നു. പിന്നെ ഇതെൻ്റെ വൈഫ് ഷേർലിയാണ്. പിന്നെ ഇന്ന് ഞാൻ ഷേർലിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഇനിയിപ്പം ഷേർലി പറയുന്നതായിരിക്കും. ഹലോ, എൻ്റെ പേര് ഷേർലി ജോൺ. ശരിക്കും പറഞ്ഞാൽ സാമിച്ചാനും ഞാനും ഞങ്ങളുടെ 4 പിള്ളേരുണ്ട്. പിള്ളേരെന്ന് പറഞ്ഞാൽ ദേ ആർ ഗ്രോൺ അപ്പ്. മൂത്ത മോള് ഞങ്ങളുടെ ഫാർമസിസ്റ്റാണ്. എന്നിട്ട് പിന്നെ ഇളയ മോന് IT-ലാണ്. മൂന്നാമത്തെ മോനും ഫൈനാൻസിൽ പഠിക്കുന്നു. എന്നിട്ട് കൂടെ ജോലിയും ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഏറ്റവും ഇളയ മോള് അവളും പഠിക്കുകയാണ്, അതിൻ്റെ കൂടെ ജോലിയും ചെയ്യുന്നുണ്ട്. ഇപ്പം എൻ്റെ കാര്യം പറഞ്ഞാൽ ഞാൻ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഒത്തിരി കുറവ് സമയം കേരളത്തിൽ ഞങ്ങൾ വെക്കേഷന് പോകുന്നതേ ഉള്ളായിരുന്നു. എൻ്റെ കേരളത്തിനോടുള്ള ഒരു അസോസിയേഷന് ശരിക്കും പറഞ്ഞാൽ കോഴഞ്ചേരി എന്നാണ് ഞാൻ. എന്നിട്ട് കോലത്ത് കുടുംബം തെക്കേമേലെ എന്നാണ്. എന്നിട്ട് സാമച്ചാനോട് കല്യാണം കഴിക്കുന്നതിൻ്റെ ഒക്കെ മുമ്പ് എൻ്റെ ബോൺ ആൻഡ് ബ്രോട്ടപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ജയ്പൂരിലായിരുന്നു വളർന്നതും. എന്നിട്ട് എൻ്റെ എഡ്യൂക്കേഷനും എൻ്റെ ഏർലിയർ ഡേയ്സ് എല്ലാം ജയ്പൂരിലായിരുന്നു. എന്നിട്ട് ജയ്പൂരിൽ കൂടെ പഠിക്കുന്നതിൻ്റെ കൂടെ ഞാൻ സ്കൂളിൽ എൻ്റെ പഠിത്തം കഴിഞ്ഞിട്ട് മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് ഒരു സ്കൂളിൽ ഞാൻ പഠിപ്പിക്കുകയായിരുന്നു. ആ പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ ആയിരുന്നു എനിക്ക് ദൂരദർശനിൽ ഒരു ഓഫർ കിട്ടിയത് ആസ് എ കമ്പയറർ, ന്യൂസ് റീഡറായിട്ടും. അവിടെ ഞാൻ എൻ്റെ ജേർണി തുടങ്ങി. എന്നിട്ട് കുറേ വർഷം എന്ന് പറഞ്ഞാൽ ഒരു 15-20 ഇയേഴ്സ് ഞാൻ ജയ്പൂർ ദൂരദർശനിൽ ജോലി ചെയ്തു. ദൂരദർശനിൽ ജോലി ചെയ്യുന്നത് മാത്രമല്ല, ഞാൻ ഒത്തിരി ജയ്പൂരിലെ ലൈവ് ഷോസും എന്നിട്ട് ന്യൂസ് റീഡിങ്ങും എന്നിട്ട് a lot of things like മീഡിയനോട് എൻ്റെ കണക്ഷൻ ഭയങ്കര ഒരു ഡീപ്പർ കണക്ഷൻ ആയിരുന്നു. ജയ്പൂരിൽ ഒരു ഷോ ഇല്ലായിരുന്നു ഞാൻ കമ്പയർ ചെയ്യുന്നതും. എന്നിട്ട് അല്ല കൈൻഡ് ഓഫ് ഷോസ് ഉണ്ടായിരുന്നു. എഡ്യൂക്കേഷണൽ, ഫൺ ലവിങ്, എൻ്റർടൈൻമെൻറ്റ്, ഇനോഗുറേഷൻ. എന്നിട്ട് ഒത്തിരി ഞാൻ ഓൾ ഇന്ത്യ റേഡിയോയിലും വോയിസ് ഓവർ ചെയ്തിട്ടുണ്ട്, ഡോക്യുമെൻ്ററീസിലും. എന്നിട്ട് ഒത്തിരി AIR-ലും ഓൾ ഇന്ത്യ റേഡിയോയിലും ഒത്തിരി ഷോസും ഒത്തിരി. അതൊരു ഭയങ്കര ഒരു ഡിഫറെൻറ്റ് ജേർണി ആയിരുന്നു എൻ്റെ ലൈഫിലെ. അത് കഴിഞ്ഞിട്ട് പിന്നെ കല്യാണം കഴിച്ചു, ഇവിടെ അമേരിക്കയിൽ വന്നു. അമേരിക്കയിൽ വന്നു കഴിഞ്ഞപ്പം ഇറ്റ്സ് എ ടോട്ടലി ഡിഫറെൻറ്റ് നമ്മുടെ ഒരു കൈൻഡ് ഓഫ് ലൈഫായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്ത്യയിൽ ഭയങ്കര പോപ്പുലാരിറ്റിയും അതും ഒക്കെ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നപ്പം ഒരു വലിയ ഡിഫറെൻറ്റ് ലൈഫായിരുന്നു. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരു 360 എന്ന് പറഞ്ഞാൽ നമ്മൾ സർക്കിൾ 180 ഒരു ഡിഗ്രിയിലായിരുന്നു നമ്മുടെ ലൈഫ് മൊത്തം അങ്ങ് മാറിയത്. ഇപ്പം നമ്മൾ ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയാൽ തന്നെ ഇവിടെ ഒരു അച്ഛനുണ്ട്, അവിടെ ഒരു അമ്മാമ്മയുണ്ട്, അവിടെ എല്ലാം പോയാലും ഭയങ്കര ഫെലോഷിപ്പും. എന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ എന്തുവാ ഉണ്ടാക്കിയത്, ഇതാന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭയങ്കര സംസാരവും ഒരു കൂട്ടായ്മയും അതുമായിരുന്നു. ഇവിടെ അമേരിക്കയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ടോട്ടലി ഒരു ഡിഫറെൻറ്റ് ലൈഫ് സ്റ്റൈലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു ശബ്ദം പോലും എങ്ങും കേൾക്കത്തില്ല. വീടിനകത്ത് നമ്മൾ ഇരുന്നാൽ പെർഫെക്റ്റ് സൈലൻസാ. റോഡിലും എങ്ങും ഇറങ്ങിയാലും നമ്മുടെ ഇപ്പോൾ ഹൗസിംഗ് എഡീഷനിൽ തന്നെ നമ്മൾ പോയാൽ ആളുകൾ ഇങ്ങനെ കാണുവോ മിണ്ടുവോ സംസാരിക്കുവോ, ആളെയും കാണത്തേ ഇല്ല. ആദ്യത്തെ കാര്യം കണ്ടാൽ തന്നെ ഒരു ഹലോ പറഞ്ഞേച്ച് അവർ ഹൗ ആർ യു ഡൂയിങ് എന്ന് പറഞ്ഞേച്ച് അങ്ങ് പോകും. ഒരു പേഴ്സണലായിട്ടുള്ള ഒരു കണക്ഷൻ ഇല്ലായിരുന്നു. അപ്പം അതിനോടൊരു അക്കോമഡേറ്റ് ചെയ്യാൻ ഇച്ചിരി സമയമൊക്കെ എടുത്തു. പിന്നെ വന്ന് നമ്മൾ നമ്മുടെ പള്ളിയിലും പിന്നെ നമ്മുടെ മലയാളി അസോസിയേഷനും അതുമൊക്കെ ആയി വന്നപ്പം നമ്മുടെ ആളുകളും നമ്മുടെ ഇതും ഒക്കെ ആയിട്ട് ബേസിക്കലി നമ്മൾ നോക്കിയാൽ അമേരിക്കൻ ആളുകൾ ഒത്തിരി ഫ്രണ്ട്ലിയാ, ഒത്തിരി കോപ്പറേറ്റീവാ. എന്നിട്ട് എൻ്റെ ജോലി സംബന്ധിച്ച് തന്നെ ആണെങ്കിൽ പറഞ്ഞാലും ഞാൻ വന്നപ്പം ടോട്ടലി ഒരു ഡിഫറെൻറ്റ് എൻവയറമെൻറ്റിലാണ് വരുന്നത്. പക്ഷെങ്കിൽ അവരുടെ ഒരു ട്രെയിനിങ്ങും അവരുടെ ഒരു റെഡി ടു ഹെൽപ്പ് ഒരു ആറ്റിറ്റ്യൂഡും ഒക്കെ പറഞ്ഞാൽ അതൊരു എപ്രിഷിയബിൾ കാര്യമാണ്. എന്നിട്ട് നമ്മളൊരു ഡിഫറെൻറ്റ് കൾച്ചറിൽ നിന്ന് വരുന്നു, ഒരു ഡിഫറെൻറ്റ് എൻവയറമെൻറ്റ്. പക്ഷേ അമേരിക്കൻസിന് അതിൻ്റെ ആക്സെപ്റ്റൻസ് ഭയങ്കരമാണ് കേട്ടോ. അവർ നമ്മളെ ഇങ്ങനെ നമുക്ക് തോന്നിപ്പിക്കുകയില്ല നിങ്ങൾ വേറെ ഒരു കൺട്രിയിൽ നിന്നാണ് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയെന്ന് പറഞ്ഞാൽ. സോ എൻ്റെ പറഞ്ഞാൽ ഞാൻ എന്നെ ഒത്തിരി ഫോർച്ചുനേറ്റ് ആയിട്ടാണ് എടുക്കുന്നത്. ബിക്കോസ്
സാമച്ചാൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഞങ്ങൾ രണ്ടുപേരും പേഴ്സണാലിറ്റി വൈസ് കണ്ടാൽ ഞങ്ങൾ ടോട്ടലി ഡിഫറെന്റാ. എന്നോട് പറഞ്ഞാൽ എനിക്കിപ്പോ ആരും സംസാരിക്കാൻ കിട്ടിയില്ലെങ്കിൽ ഒരു ചെടിയോ മരമോ കണ്ടാലും ഞാൻ സംസാരിക്കാൻ തുടങ്ങും. അങ്ങനെയാ എന്റെ നേച്ചർ. എന്നിട്ട് പുള്ളിക്കാരെന്ന് പറഞ്ഞാൽ ഒത്തിരി ക്വയറ്റ്, ഒത്തിരി റിസർവ്ഡ്, ഒത്തിരി ഒരു നമ്മൾ പറയത്തില്ല ഒരു ഇന്റലക്ച്വൽ മൈൻഡ് സെറ്റാ പുള്ളിക്കുള്ളത്. അപ്പം ഞാൻ കിടന്ന് അപ്പളപ്പളപ്പളപ്പ് കിടന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് പുള്ളി ഒത്തിരി ഹീസ് എ വെരി ക്വയറ്റ് ലിസണർ ആൻഡ് യുനോ. അപ്പൊ ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ 2 ഡിഫറെന്റ് പേഴ്സണാലിറ്റീസ്, പക്ഷെങ്കിൽ വി ജെൽ അലോങ് വെരി വെൽ. യുനോ എനിക്ക് തോന്നുന്നു മേ ബി ഐ നീഡ് എ സൈലന്റ് ലിസണർ ഓൾ ദ ടൈം. എന്നിട്ട് പുള്ളിക്ക് ഒരു ശരിയാ എല്ലാം കേൾക്കും. ഓരോ 1-2 സെന്റൻസിലാ പുള്ളിയുടെ ഒരു എന്തെങ്കിലും സംസാരിക്കുന്നതോ പറയുന്നതോ അല്ല. സോ അങ്ങനെ നോക്കിയാല് ഞങ്ങളുടെ ജേർണി. എന്നിട്ട് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാലും ഐ വാസ് ഫോർച്ചുനേറ്റ് നമ്മളൊരു ഇന്ത്യയുടെ ഒരു എൻവയറമെന്റിൽ താമസിച്ചു. അവിടുത്തെ ആളുകളും അവിടുത്തെ പരിചയവും അവിടുത്തെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നേരിട്ട് ഇങ്ങോട്ട് വരിക, ഇവിടെ ഒരു ഡിഫറെന്റ് എൻവയറമെന്റ്, ഇവിടുത്തെ ആളുകളും ഒക്കെ എന്ന് പറഞ്ഞാൽ അപ്പൊ അത് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഞാൻ ഒത്തിരി ഫോർച്ചുനേറ്റാ, ദൈവത്തിന്റെ കൃപയാ. യുനോ ദാറ്റ് രണ്ടും വേൾഡ് നമുക്ക് കാണാൻ ഒത്തു. എന്നിട്ട് രണ്ടും വേൾഡിലെ നല്ല ആളുകളെ മീറ്റ് ചെയ്തു. ആൻഡ് യുനോ അതുകൊണ്ട് നമ്മുടെ ലൈഫിൽ ഒത്തിരി ഒരു പോസിറ്റിവിറ്റിയും കാര്യങ്ങളും ഒക്കെ എല്ലാം വരും. സോ ബേസിക്കലി പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ എ ബിഗ് ജേർണി. ആൻഡ് ദെൻ ഈവൻ അങ്ങനെ നോക്കിയാലും കേരളത്തിലെ ഒരു ആള് നോർത്ത് ഇന്ത്യയിൽ താമസിക്കുന്നു. അതുകൊണ്ട് ഒരു കാര്യം കൂടെ ഉണ്ട്, എനിക്ക് കുറെ ലാംഗ്വേജസും അതുകൊണ്ട് അറിയാം. ഹിന്ദി ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ലപോലെ എനിക്ക് സംസാരിക്കാൻ അറിയാം. ऐसे बोलते हैं ना कि धारा प्रवाह हिंदी मुझे आती है, बहुत अच्छी तरीके से बोलती हूँ. എന്നിട്ട് ശരിക്കും പറഞ്ഞാൽ മൊത്തം നമ്മുടെ ടെലിവിഷനിൽ ഞാൻ ചെയ്തിരുന്ന പ്രോഗ്രാംസ് ഇതർ ഹിന്ദി ആയിരുന്നു അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആയിരുന്നു. അപ്പം അങ്ങനെ നോക്കിയാൽ ഒരു ഫോർച്ചുനേറ്റ് ലൈഫ്, ഒരു നല്ല ഒരു ജീവിതമായിരുന്നു ഇപ്പോൾ വരെ. എന്നിട്ട് നല്ല പിള്ളേരും ഹസ്ബൻഡും നമ്മുടെ എൻവയറമെന്റും നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിയും നമ്മുടെ അമേരിക്കൻ കമ്മ്യൂണിറ്റിയും എല്ലാം കൂടെ വെച്ചാൽ ഐ റിയലി താങ്ക് ഗോഡ് ഫോർ ഹാവിംഗ് സച്ച് എ ബ്യൂട്ടിഫുൾ ലൈഫ്. थैंक यू. आपका नाम क्या बताया आपने? मेरा नाम शर्ली जॉन. शर्ली जॉन. हाँ. शर्ली जॉन, एक बात पूछिए, हमें पूछेगा तो आप जयपुर में कितना साल, बहुत साल है ना? या शाम तो कभी नॉर्थ इंडिया आए नहीं. हाँ. तो आपका कैसे पहचाना हुआ और आप कैसे इसको पसंद किया? या तो जैसे कहते हैं ना कि आपके रिश्तेदार बहुत इसमें एक्टिव रहे. तो मेरे मामा हैं जो यूएस में रहते हैं, जो डैलस में है, उन्होंने ये रिश्ता मतलब तय किया था. और उन्होंने मतलब वो सैम को भी जानते थे और फिर उन्होंने सैम से बात किया, सब कुछ किया. उसके बाद फिर मुझसे बात किया. और सही रूप में देखा जाए तो हमने एक दूसरे को देखा ही जिस दिन हमारी जिसको कहते हैं ना कि एंगेजमेंट थी, उस दिन हमने अपने एक दूसरे को पहली बार देखा था. नहीं तो हमारी जो वार्तालाप चल रही थी, जो बातें चल रही थी, वो सिर्फ फोन पे हुआ करती थी. हाँ, आजकल क्योंकि ये जो है फोन पे जूम में वगैरह सारा जो भी है जैसे है, लेकिन उस वक्त तो नहीं हुआ करता था. तो हम फोन पे ही बात कर लिया करते थे और फोन पे ही मतलब जो है खुश हो जाया करते थे कि भाई ठीक है. और एक होता है ना कि अमेरिका, तो एक और फिर ये जो है कि जब हमने पहले हमारी बातें जब शुरू की, तो जैसे मैंने बोला आपसे पहले कि मैं तो पढ़ बोलती रहती हूँ और ये शांत स्वभाव के. सो प्रोबेबली वो जो था एक बड़ा एक फैक्टर था हम दोनों को एक दूसरे के पास करीब लाने के लिए. ഇവിടെ ഹിന്ദി നഹീ മാലൂം. So, what was the biggest difficulty in knowing or not knowing Hindi, in your life? नहीं, उसका मैं एक चीज बताती हूँ कि मेरे जो पिताजी जो थे वो पहले से ही he was very particular that we should speak in Malayalam at home. So अब अगर आप मुझसे कहोगे तो मुझे पढ़ना लिखना नहीं आता, मलयालम नहीं, मैं पढ़ नहीं सकती, लिख भी नहीं सकती. लेकिन മലയാളം ഞാൻ ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ കമ്പൾസറി ആയിരുന്നു മലയാളത്തിലേ സംസാരിക്കാവൂ, മലയാളത്തിലെ അങ്ങോട്ടും ഇങ്ങോട്ടും. അല്ലെങ്കിൽ ശരിക്കും പാപ്പായ്ക്ക് നല്ല ദേഷ്യം വരുമായിരുന്നു ഞങ്ങൾ മലയാളത്തിൽ സംസാരിച്ചില്ലെങ്കിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഞാൻ പറയത്തില്ലേ, നമ്മുടെ ടീനേജ് ഒക്കെ ആയപ്പോഴത്തേക്ക് നമ്മുടെ ഈ ടെലിവിഷനിലൊക്കെ ഒത്തിരി മലയാളം മൂവീസ് വരുമായിരുന്നു.
അതിനോടൊരു ഭയങ്കര ഒരു ഇഷ്ടം നമുക്കങ്ങ് പാഷൻ അങ്ങായി. അത് കഴിഞ്ഞപ്പം പിന്നെ മോഹൻലാലും മമ്മൂട്ടിയും നമ്മുടെ ജയൻ ചേട്ടനും എല്ലാം കൂടെ എല്ലാം ആയി വന്ന് നമ്മുടെ മലയാളം ശരിക്കും പറഞ്ഞാൽ എവറി പാസിംഗ് ഡേ തൊട്ട് നമ്മൾ നല്ലതായിട്ട് പോയി. ഇപ്പൊ ഒക്കെ ചിലപ്പോ ഒക്കെ നമ്മള് മലയാളം ചൊല്ലുകളും ഒക്കെ അടിച്ചു വിടും. ജയ്പൂരിലെ താങ്കളുടെ പേരൻസ് എന്തായിരുന്നു? സിബ്ലിങ്സ് ഒക്കെ? എന്റെ ശരിക്കും പറഞ്ഞാല് എനിക്ക് 2 സിസ്റ്റേഴ്സ് കൂടെ ഉണ്ട്. ഒരു സിസ്റ്റർ ഡാലസിൽ തന്നെയാ, എന്നിട്ട് എന്റെ മൂത്ത സിസ്റ്റർ പുള്ളിക്കാരത്തി ഇന്ത്യയിലാ. അപ്പം ജയ്പൂരും ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വരുന്നതിന്റെ കാരണം എൻ്റെ പപ്പ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിലായിരുന്നു. അപ്പം അങ്ങനെ ട്രാവലിംഗ് ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ പപ്പ നോർത്തിൽ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇൻഡോർ കഴിഞ്ഞിട്ട് പിന്നെയായിരുന്നു ഞങ്ങൾ ജയ്പൂരിലോട്ട് വന്നത്. അപ്പോൾ ഒത്തിരി വർഷം ഞങ്ങൾ ജയ്പൂരിൽ തന്നെ അങ്ങനെ താമസിച്ച് ശരിക്കും പറഞ്ഞാൽ ഒരു 30 വർഷം ഓളം ഞാൻ ജയ്പൂരിൽ തന്നെ ആയിരുന്നു, അവിടെ തന്നെ. അല്ല എന്റെ സ്കൂളും കോളേജും അല്ല, എന്റെ മൊത്തം എഡ്യൂക്കേഷൻ ജയ്പൂരിൽ നിന്ന് തന്നെ ആയിരുന്നു. ജയ്പൂരാണോ ഇഷ്ടം അതോ കേരളമാണോ? ഒരു രീതി ചോദിച്ചാല് ഒരു രീതി ചോദിച്ചാലെന്ന് പറഞ്ഞാൽ ജയ്പൂരിൽ ഞാൻ വളർന്നുകൊണ്ട് അവിടുത്തെ കാര്യം, അവിടുത്തെ ആളുകള്, അവിടുത്തെ കൾച്ചർ, അവിടെ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന കോളനി തന്നെ അവിടെ അല്ല ടൈപ്പിൽ നോർത്ത് ഇന്ത്യൻസും ഉണ്ടായിരുന്നു, പഞ്ചാബീസും ഉണ്ടായിരുന്നു, കേരളക്കാരും ഉണ്ടായിരുന്നു. അപ്പം ഒരു കോമ്പിനേഷൻ ആയിട്ടായിരുന്നു ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഒരു സ്നേഹം, ഒരു കൂട്ടായ്മയും അതും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഡിഫറൻസ് പറഞ്ഞാൽ ഞങ്ങൾ നാട്ടിൽ പോയിക്കൊണ്ടിരുന്നത് ഞങ്ങളുടെ വെക്കേഷൻ ടൈമിലായിരുന്നു. പക്ഷെ പപ്പ വലിയ പെർട്ടിക്കുലർ ആയിരുന്നു, നല്ല വർഷം വെക്കേഷന് നമ്മൾ നാട്ടിൽ പോകണം, നമ്മുടെ ആളുകളെ, നമ്മുടെ കൾച്ചറും നമ്മുടെ ഇതെല്ലാം അത് ചെയ്യണം എന്ന്. അപ്പം നാട്ടിൽ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഒരു രസമായിരുന്നു കേട്ടോ. അവിടെ പോവുക, അവിടെ മാവും അതും ഇതും, എന്നിട്ട് നാട്ടിലെ ആ ഗ്രീനറി എന്നൊക്കെ പറഞ്ഞാൽ യു ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റാ അത്, അത് കണ്ടാൽ. പിന്നെ വളർന്നു വന്നുകൊണ്ടിരുന്നപ്പം നാട്ടിലോടുള്ള ഒരു അട്രാക്ഷൻ കുറെ കൂടി പോയി. പിന്നെ സാമച്ചാനോട് കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് പുള്ളിയും വലിയ ഞങ്ങള് ഫ്രീക്വന്റ്ലി നാട്ടിലൊക്കെ എല്ലാം പോയിക്കൊണ്ടെല്ലാം ഇരിക്കും. അതുകൊണ്ട് ആ നാട്ടിനോടുള്ള ഒരു സ്നേഹം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ആയിട്ടുള്ളവരെന്ന് പറഞ്ഞാൽ ആ സ്നേഹം എപ്പോഴും കാണും. സിസ്റ്റേഴ്സ് എൻ്റെ ഒരു സിസ്റ്റർ ഇവിടെ ഡാലസിലാ, പുള്ളിക്കാരത്തിയുടെ ഹസ്ബൻഡും ഇവിടെ ഡാലസിലാ. പിന്നെ മറ്റേ സിസ്റ്ററും അവിടെ ഹസ്ബൻഡ് ബിസിനസ്മാനാ, അപ്പം പുള്ളിക്കാരത്തി പഠിപ്പിക്കുക അവിടെ. അപ്പം മൂത്ത സിസ്റ്റർ ഇപ്പോഴും ജയ്പൂരിൽ തന്നെയാ. സോ അവര് നല്ല സുഖമായിട്ട് അവരും എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ ഒക്കെ പോകുന്നു. സിസ്റ്റർ നോർത്ത് ഇന്ത്യയില് ജയ്പൂർ മാത്രമേ താമസിച്ചിട്ടുള്ളൂ അതോ വേറെ എവിടെയെങ്കിലും താമസിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ വേറെ താമസിച്ചിട്ടില്ല. പക്ഷേ ട്രാവലിംഗ് ഒത്തിരി ചെയ്തിട്ടുണ്ട്. അവിടെ നോർത്തിൽ എന്ന് പറഞ്ഞാൽ ഒത്തിരി സ്ഥലങ്ങൾ അവിടുത്തെ എല്ലാം കണ്ടിട്ടുണ്ട്. എന്നിട്ട് ഒത്തിരി എക്സ്പീരിയൻസ് അവിടുത്തെ നല്ലതായിരുന്നു. ലൈക്ക് വി യൂസ് ടു ട്രാവൽ എ ലോട്ട്. അല്ല, ഞാൻ തുടങ്ങിയത് നമ്മുടെ ജയ്പൂർ ദൂരദർശനിലായിരുന്നു. ജയ്പൂർ ദൂരദർശൻ ആയിരുന്നു ആൻഡ് ഓൾ ഇന്ത്യ റേഡിയോ അവിടുത്തെ. അത് ജയ്പൂരിലെ ആയിരുന്നു അത് ചെയ്ത്. അങ്ങനെ പോയി പിന്നെ നമ്മൾ ZTV വരെ ഞാൻ പോയതായിരുന്നു. അവിടെ അത് തുടങ്ങി, ZTVയിലൊക്കെ തുടങ്ങി, അവിടം വരെയായി. പിന്നെ അതുണ്ടായിരുന്നു, ലൈക്ക് നമ്മൾ ചിലപ്പോൾ ഒക്കെ പറയത്തില്ലയോ, ഒരു ഡിസിഷൻ നമുക്ക് എടുക്കണമായിരുന്നു. ലൈക്ക് എന്നിട്ട് ആ സമയത്തായിരുന്നു എൻ്റെ പപ്പ മരിച്ചു പോയത്. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നപ്പം ഇറ്റ് വാസ് ബിഫോർ മാരേജ്. അപ്പം പപ്പ മരിച്ചപ്പോൾ സമയത്ത് ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ 3 പെണ്ണുങ്ങളെ ഉള്ളായിരുന്നു. എന്നിട്ട് മമ്മി ജോലിയൊന്നും ചെയ്യത്തില്ലായിരുന്നു. അപ്പം അതുണ്ടായിരുന്നു, ലൈക്ക് ഇനി എന്തായിരിക്കും. ബിക്കോസ് എൻ്റെ മൂത്ത സിസ്റ്റർ ശരിക്കും പറഞ്ഞാൽ ഷീ വാസ് എ ലെക്ചറർ. അപ്പോൾ പുള്ളിക്കാരത്തി ഓൾറെഡി വീട്ടിലല്ലായിരുന്നു, വെളിയിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. പുള്ളിക്കാരത്തിയുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പം ഞങ്ങളുടെ വീട്ടിലെന്ന് പറഞ്ഞാൽ ശരിക്കും ഞാനും മമ്മിയും എൻ്റെ ഇളയ സിസ്റ്ററും ഉള്ളായിരുന്നു. അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻ വന്നപ്പം എനിക്ക് ടെലിവിഷനിൽ നിന്ന് ഒരു ഷോർട്ട് ഫിലിമിന് വേണ്ടി, പക്ഷെ അതിനകത്ത് പിന്നെ യു ഹാഡ് ടു ഗോ ഔട്ട് ഓഫ് ജയ്പൂർ. എന്നിട്ട് അതങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പം നമ്മളൊരു ഡിസിഷൻ, പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പം സ്കൂളുകാരോടും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവർ അത്ര വലിയ അവധി തരത്തില്ല. ബിക്കോസ്
ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു സ്കെഡ്യൂളിനകത്ത് അറിയത്തില്ല, ഒരു മണിക്കൂറോ 2 മണിക്കൂറോ എന്നാ അങ്ങനത്തെ അല്ലല്ലോ. അതിനകത്ത് ദിവസമോളം എടുക്കും, മാസമോളം എടുക്കും. അപ്പം സ്കൂളിൽ ചോദിച്ചപ്പോൾ കോൺവെന്റ് സ്കൂളിലായിരുന്നു, അവിടെ തന്നെയാണ് ഞാൻ പഠിച്ചതും, എന്നിട്ട് അവിടുന്ന് തന്നെ ആയിരുന്നു. അപ്പം അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഷേർലി യു വിൽ ഹാവ് ടു മേക്ക് എ ഡിസിഷൻ, യുനോ, നീ ഈതർ അങ്ങോട്ട് പോവോ അല്ലെങ്കിൽ പഠിപ്പിക്കും, ഞങ്ങൾക്ക് ഇത്രയും അവധി തരാൻ ഒക്കത്തില്ല. ദറ്റ് ഐ അണ്ടർസ്റ്റാൻഡ്, യുനോ, ബിക്കോസ് ഒരു സ്കൂളിൽ ഒരു ടീച്ചർ 6 മാസം ഇല്ലെന്ന് പറഞ്ഞാൽ ആരാ ആ കോഴ്സ് പഠിപ്പിക്കാൻ പോകുന്നത്? സോ അങ്ങനെ വന്നപ്പം പിന്നെ മമ്മീനെ തന്നെ വിട്ടേച്ച് പോവുക. എൻ്റെ ഇളയ സിസ്റ്ററും ഞാനുമായിട്ട് 8 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ അവൾ ഒത്തിരി ലിറ്റിൽ ബേബി ആയിരുന്നു. അപ്പം അങ്ങനെയൊക്കെ വന്നപ്പം ദെൻ ഐ ഹാഡ് ടു മേക്ക് എ ഡിസിഷൻ ദാറ്റ് യുനോ മേ ബി ഇത്രയും നമ്മൾ ഫെർദർ പോകാതെ മേ ബി ടേക്ക് എ ബാക്ക് സീറ്റ് ആൻഡ് യുനോ. പിന്നെ ജയ്പൂരിൽ കിട്ടുന്ന ഷോസും കാര്യങ്ങളും എല്ലാം ചെയ്തു. പക്ഷേ ഫെർദർ പിന്നെ പോകാനോ അല്ലെങ്കിൽ ഔട്ട് ഓഫ് ജയ്പൂർ വല്ലതും ഷൂട്ടിങ്ങോ അങ്ങനെയോ വല്ലതും ഉണ്ടെങ്കിൽ then I dropped it. Yeah. Which film actors you have seen or interacted more? Do you remember anyone? Seniors? ഫിലിം ആക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ആ സമയത്തെ കുറേ ആളുകളോട് ക്യാരക്ടർ ആർട്ടിസ്റ്റിനെ ഞാൻ പറഞ്ഞു. ബിക്കോസ് മെയിൻ ആക്ടേഴ്സിനെ ഇന്റർവ്യൂ ചെയ്തതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പം എന്നാ ക്യാരക്ടർ ആർട്ടിസ്റ്റുകളിലെ നോർത്തിലെ അവരെ ഒത്തിരി ഇന്റർവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ട്. യാ. ഇപ്പൊ ജയ്പൂരിൽ ശരിക്കും പറഞ്ഞാൽ എൻ്റെ സിസ്റ്ററുണ്ട്, മൂത്ത സിസ്റ്ററും ഹസ്ബൻഡും ഒരു കൊച്ചുമുണ്ട്. മമ്മിയും പപ്പായും രണ്ടുപേരും ഇല്ല, ഇൻ ഡാലസ്. ഞാൻ സാറിനോട് തിരിച്ചു വന്നിട്ട് സാറിന്റെ ഇനിഷ്യലുള്ള ഒരു കൾച്ചറൽ ഡിഫറൻസ് എന്തായിരുന്നു ഷേർലിയില്? സാറ് അനുഭവിച്ച പ്രയാസം? പക്ഷെ അങ്ങനെ കൂടുതലൊന്നും അനുഭവിക്കൊണ്ട് വന്നില്ല. കാരണം മലയാളം അതെ. കാരണം പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളം അറിയാമായിരുന്നതുകൊണ്ട് നന്നായിട്ട് സംസാരിക്കുകയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് അതൊരു പ്രശ്നമായിട്ട് വന്നില്ല. അതാണ് അതിനകത്തെ ഒരു പ്രധാന കാര്യം. പിന്നെ ഷേർലി പറഞ്ഞ പോലെ തന്നെ ആദ്യം ഇവിടെ വന്നപ്പം ഇവിടുത്തെ സിറ്റുവേഷനുമായിട്ട് ഒന്ന് മാച്ച് ചെയ്ത് വരാൻ ഷേർലിക്കാണ് കൂടുതൽ പ്രശ്നം ഉണ്ടായത്. എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു. സാറിന് ഹിന്ദിയിലെ ഒരു ബുദ്ധിമുട്ട് എവിടെയാണ് ഏറ്റവും കൂടുതൽ അനുഭവപ്പെട്ടത്? ഇല്ല, അങ്ങനെ ഒരു ഹിന്ദിയുടെ ഇംഗ്ലീഷ് അറിയാമല്ലോ. ഇംഗ്ലീഷ് അറിയാമെങ്കിൽ എവിടെ വേണേലും നമുക്ക് പോയി ഒരു 1-2 പ്രാവശ്യം പോയിട്ടുണ്ട്. ഷേർലി തിരിച്ചു വന്നിട്ട് ഷേർലിയുടെ ഒരു ഡ്രീം ഉണ്ടായിരുന്നു ജയ്പൂരിലും അമേരിക്കയിലും. കണ്ട ഒരു പ്രധാന ഡിഫറൻസ് അന്ന് എന്തായിരുന്നു, ഇന്ന് എന്താണ്? ജയ്പൂർ ശരിക്കും പറഞ്ഞാൽ ജയ്പൂരും ഒത്തിരി ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ മീഡിയ ഒക്കെ ഇത്രയും വന്നോണ്ടും ഇന്റർനെറ്റും മീഡിയയും. എന്നിട്ട് ഞാനൊരു കോൺവെന്റ് സ്കൂളിലാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അവിടുന്ന് പിന്നെ ഞാനൊരു പബ്ലിക് സ്കൂളിൽ പഠിപ്പിക്കാൻ പോയി. സോ അങ്ങനെയൊക്കെ പറയുമ്പം ലൈക്ക് എക്സ്പോഷർ നല്ലപോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ബേസിക്കലി അങ്ങനെ ഒരു ലാംഗ്വേജ് പ്രോബ്ലം അല്ലായിരുന്നു. അല്ലെങ്കിൽ അമേരിക്കൻസിന്റെ നമ്മൾ പറയത്തില്ലേ, അവരെ മനസ്സിലാക്കാനുള്ള അതും അങ്ങനെ ഒരു കൾച്ചറലി എനിക്ക് അത്രയും വ്യത്യാസം വന്നില്ല. പക്ഷേ വേറെ എന്ന് പറഞ്ഞാൽ എൻ്റെ എക്സ്പെക്ടേഷൻസ് ഇതല്ലായിരുന്നു. ലൈക്ക് യുനോ ഇപ്പൊ തന്നെ നമ്മൾ പോയാൽ ഒരു അമേരിക്കൻ മോളിൽ തന്നെ പോയി, അല്ലെങ്കിൽ നമ്മുടെ ഫോർ എക്സാമ്പിൾ വർക്ക് കൾച്ചറിന്റെ ഇത് തന്നെ ഒക്കെ നോക്കിയാൽ ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അവർ കൊടുക്കുന്ന ട്രെയിനിങ്ങും ഇവിടെ അവർ ഇന്ററാക്ട് ചെയ്യുന്നതും ഒക്കെ വെരി ഫ്രണ്ട്ലി, വെരി ഹെൽപ്ഫുൾ. യുനോ അതെനിക്ക് വലിയൊരു പിന്നെ മിസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയത്തില്ലേ, നമ്മൾ ഇന്ത്യയിൽ പോകുമ്പം ആ സൗണ്ട് എന്നാ ഇപ്പൊ തന്നെ നമ്മൾ നമ്മള് എനിക്ക് വീട് പാടും എന്നിട്ട് അതും ആളുകളും അതും ഒക്കെ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു രസമുണ്ട്. ആഘോഷം. അതൊക്കെ നമ്മളെ ഭയങ്കര അതല്ല. ഇപ്പൊ തന്നെ ഞങ്ങള് ബേസിക്കലി അറിയാം, ഞങ്ങൾ ക്രിസ്ത്യൻസാ. പക്ഷെങ്കില് ഞങ്ങള് ജയ്പൂരിൽ തന്നെ താമസിച്ചുകൊണ്ടിരുന്ന വീടുകളിലൊക്കെ, അടുത്ത വീടുകളിലൊക്കെ എല്ലാം ദിവാലിയൊക്കെ ആഘോഷിക്കുമ്പം ഞങ്ങളങ്ങനെ അവരുടെ അതൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അവര് തന്നെ വന്ന് വിളിച്ചോണ്ട് അയ്യോ ഇല്ല വരണം, വെളി വരണം, പടക്കങ്ങള് എന്നാ അത് ചെയ്യണം എന്ന് പറഞ്ഞപ്പം ഒരു കൂട്ടായ്മ, ഒരു ടുഗദർ. ഹോളിക്കകത്തും അവര് കമ്പൾസറി നമ്മുടെ ഗേറ്റേ വന്ന് കിടന്ന് നോക്കി ചെയ്യും. നമ്മൾ വെളിയിൽ ഇറങ്ങിയില്ലെങ്കിൽ നോക്കി ചെയ്യും, ബാഹർ നിക്ലോ ऐसा नहीं होता है, ये कुछ नहीं होता है. അപ്പം നമ്മൾ പറയും നമുക്ക് ഇതൊന്നും നമ്മൾ ആഘോഷിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞാലും അവർ ജസ്റ്റ് ഒരു പൊട്ട് വെച്ച് നമ്മുടെ അത് ചെയ്തിന് തിലക് तो लगाना पड़ेगा, शगुन का होता है എന്ന് പറഞ്ഞ
അതപ്പം അങ്ങനെ അതൊക്കെ ഒരു ഒരു ഡിഫറെന്റ് ഒരു അതായിരുന്നു. അത് നാട്ടിൽ പോയാലും അത് തന്നെ എനിക്ക് പറയാം. ബിക്കോസ് നാട്ടിലും നമ്മളിപ്പോ വീട്ടിൽ നിന്ന് വെളിയിലൊക്കെ ഇറങ്ങിയാല് ആളുകള് അയ്യോ എവിടായിരുന്നു, എന്തുവായിരുന്നു, കണ്ടില്ലല്ലോ, അല്ലെങ്കിൽ എന്തുവാന്നൊക്കെ പറഞ്ഞ ആ ഒരു അതൊന്ന് പറഞ്ഞാല് അത് ഇവിടെ അത് ഇങ്ങനെ മിസ് ചെയ്യും. ബിക്കോസ് നമ്മുടെയൊക്കെ അതിന്റെ അമേരിക്കൻസിന്റെ അതിന്റെ ലോജിക് ഉണ്ട് ദാറ്റ് അവർ പ്രൈവസീനെ ഒത്തിരി റെസ്പെക്ട് ചെയ്യും. സോ ഇറ്റ്സ് ഡിഫറെന്റ്. രണ്ടും ഇതിൽ ശരിയും റോങ്ങും അതും അങ്ങനൊന്നും ഇല്ല. ബോത്ത് ആർ ഡിഫറെന്റ്, ബോത്ത് ആർ ഗുഡ്, ആൻഡ് ഞങ്ങൾ രണ്ടും എൻജോയ് ചെയ്യും. Jaipur, Indore, they all are small cities those time. But when first time went to Bombay, did it surprise you or? Oh yes. Bombay എന്ന് പറഞ്ഞാല് അതൊരു ഡിഫറെന്റ് വേൾഡ് ഓൾ ടുഗെദർ. ബിക്കോസ് ബീയിങ് മെട്രോപൊളിറ്റൻ സിറ്റി, ഞാൻ ആദ്യത്തെ പ്രാവശ്യം ബോംബെ പോയപ്പോൾ അന്താളിച്ചു പോയതായിരുന്നു. ഞാൻ വിചാരിച്ചു വാട്ട് ഈസ് ദിസ് ഈസ് സോ ഡിഫറെന്റ് എന്ന്. അവിടുത്തെ ആളുകളും അവിടുത്തെ സ്ട്രീറ്റ്സും അവിടുത്തെ ഇന്ററാക്ഷനും അവിടെ ഒത്തിരി ഡിഫറെന്റ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈവൻ ജയ്പൂരും ബോംബെ ആയിട്ടും സെയിം ഇന്ത്യയിലായിരുന്നിട്ടും എനിക്ക് തോന്നി ഒരു ഹ്യൂജ് ഡിഫറൻസ് ഉണ്ട്. ഞങ്ങള് ജയ്പൂർ എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് മോർ ക്ലോസർ ടു ഡൽഹി. പക്ഷെ ഡൽഹിയിലെക്കാട്ടും എനിക്ക് ഡൽഹി ഒരു മെട്രോപൊളിറ്റനാ, ക്യാപിറ്റലും ആയിരുന്നു. പക്ഷെ ഡൽഹിനെക്കാട്ടും എനിക്കൊരു വലിയ വ്യത്യാസം തോന്നിയത് വെൻ ഐ വിസിറ്റഡ് ബോംബെ, ബാംഗ്ലൂർ, മദ്രാസ്, ഇപ്പൊ പിന്നെ ചെന്നൈ, അവിടെയായിരുന്നു ഭയങ്കര വ്യത്യാസം വേഴ്സസ് ജയ്പൂർ ഓർ ഡൽഹി ഫോർ ദാറ്റ് മാറ്റർ. ഇപ്പൊ പിന്നെ ഞാൻ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പം എനിക്ക് തോന്നും ആ ഒരു ഡിഫറൻസ് ഇപ്പോൾ ഒത്തിരി കുറഞ്ഞു വരികയാണ്. ബിക്കോസ് ഇന്ന് ഞാനിപ്പോൾ ജയ്പൂർ തന്നെ നോക്കിയാൽ there are so many flyovers, so many buildings, so many corporate infrastructure ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. ജയ്പൂരിലായിട്ട് ഡൽഹിയോ എവിടെയെങ്കിലും it's kind of getting closer, I guess. മക്കളുടെ കാര്യത്തിലോട്ട് വന്നാല് they all born here. Do they know Hindi? ഹിന്ദി ഞങ്ങളുടെ മൂത്ത മോള് നല്ലപോലെ മലയാളം സംസാരിക്കും. അവള് മലയാളം പഠിച്ചു. അവള് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി കീന മലയാളം പഠിക്കാനും, എന്നിട്ട് നമ്മുടെ കൾച്ചറും. ഇപ്പൊ ചിലപ്പോ ഒക്കെ ഞങ്ങളുടെ ഒരു റുട്ടീനാ, വീക്കെൻഡിൽ ഞങ്ങൾ എന്തെങ്കിലും മലയാളം മൂവീസ്, ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ഒരു ഫൺ ടൈമാ അത്, കൂടിയിരുന്നു മലയാളം മൂവീസ്. അപ്പം അവള് ഡാലസിൽ അവള് താമസിക്കുന്ന, എപ്പോഴെങ്കിലും ഒക്ലഹോമായി വരുമ്പം അവള് ഞങ്ങളുടെ കൂടെ ഇരിക്കും. എന്നിട്ട് അത് മാത്രമല്ല, അവള് പിന്നെ എന്നോട് പറയുകയും ചെയ്യും, അമ്മ എനിക്കും ഹിന്ദിയുടെ അത് ചെയ്യണം. സോ എന്നിട്ട് പിന്നെ കുറെ ഹിന്ദി മൂവീസും ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് കാണും. പക്ഷെ അതിനകത്ത് ആ സബ് ടൈറ്റിൽസ് ഉള്ളതുകൊണ്ട് അവൾക്ക് അതിന്റെ മീനിങ് ഒക്കെ മനസ്സിലാകും. പക്ഷെ മൂത്ത മോള് ഇതിനകത്തെല്ലാം ഇൻട്രസ്റ്റഡാ. പിന്നത്തെ ഞങ്ങളുടെ മൂന്നാമത്തെ മോന അവര് ശരിക്കും പറഞ്ഞാല് അവരെന്നാ മനസ്സിലാകും അവർക്ക്. പക്ഷെ സംസാരിക്കാൻ ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുണ്ട് അവർക്ക്, പക്ഷെ മനസ്സിലാകും. ഇളയ മോക്ക് പിന്നെ എല്ലാത്തിനകത്തും അമ്മ what did you say? I didn't understand. അതെനിക്ക് തോന്നുന്നു ഞങ്ങള് ലാളിച്ച് അവളെ ലാംഗ്വേജിൽ നിന്ന് ഇച്ചിരി അവള് മാറിപ്പോയതാന്ന് തോന്നുന്നു. പക്ഷെ ഞാനൊരു വേറൊരു കാര്യത്തിൽ ചോദിച്ചാലേ സാമിനെ പറ്റിയാണ്. ഞാനും സാമൊക്കെ ഒരു ഇറായില് ഒരു ട്രാക്കിൽ കൂടെ വന്നതാണ്. But Sam has advanced so high like a missile even. Which others couldn't dream or never expected to do. What you have seen in Sam, that change, a man crossing so much higher. And what you have seen in what is that capacity, capability? പുള്ളിക്കാരത്തെ What is it different from others? പുള്ളിക്കാരുടെ കാര്യം പറഞ്ഞാല് ഒരു ഹസ്ബൻഡും വൈഫും ആവുമ്പം നമ്മൾ പറയുമ്പം there is a relationship that you share which is ഒരു അണ്ടർസ്റ്റാൻഡിങ്. പക്ഷെങ്കിൽ when I talk about him, പുള്ളിക്കാരനൊരു ഒത്തിരി ഒരു ജെന്യുവൻ ആയിട്ടുള്ള ഒരു ആളായിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാല് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഫാദറിന്റെ ഡെത്ത് കഴിഞ്ഞ്
ഞാനപ്പോൾ ഒത്തിരി യങ് ആയിരുന്നു, ഞങ്ങൾ വീട്ടിൽ പെണ്ണുങ്ങളെ ഉള്ളായിരുന്നു. അപ്പം എൻ്റെ നേച്ചറിൽ ഒത്തിരി വ്യത്യാസം വന്നായിരുന്നു. ബിക്കോസ് ഞാൻ ഒത്തിരി ഒരു പ്രൊട്ടക്റ്റീവായിട്ട് അങ്ങായതായിരുന്നു. പെണ്ണുങ്ങൾ മാത്രമേ യുനോ ഇൻ ദിസ് ക്രൂവൽ വേൾഡ്. അപ്പം ഞാൻ ഒത്തിരി ഡിഫെൻസീവ് ആയതായിരുന്നു. എന്നിട്ട് പ്രോബബ്ലി ഐ ഡിഡ് നോട്ട് ഈവൻ റിയലൈസ് എൻ്റെ സ്പീച്ചിലും എൻ്റെ ആറ്റിറ്റ്യൂഡിലും ഒത്തിരി ഒരു അറോഗൻസും ഒത്തിരി ഒരു നമ്മൾ പറയത്തില്ലേ ഒരു അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് അതായതായിരുന്നു. എന്നിട്ട് എനിക്ക് തന്നെ അത് റിയലൈസ് ചെയ്തില്ല ദാറ്റ് യു നോ ദാറ്റ് സച്ച് എ തിങ് ഹാസ് ഹാപ്പൻഡ് എന്ന്. പക്ഷേ സാമുച്ചാൻ എന്ന് പറഞ്ഞാൽ ഹീസ് വെരി കൂൾ, വെരി കമ്പോസ്ഡ്. ഇപ്പം തന്നെ ഞങ്ങൾ ഇനീഷ്യലി കല്യാണം കഴിച്ചൊക്കെ ആയ സമയത്ത് ഒത്തിരി കൊച്ചു കൊച്ചു കാര്യത്തിൽ തന്നെ ഞാൻ എൻ്റെ ടെമ്പർ ലൂസ് ചെയ്യുമായിരുന്നു. പക്ഷെ പുള്ളിക്കാരന് വെരി കാം, യുനോ. ഒന്നും ഇന്ന് വരെ എന്നോട് ഒരു വാക്ക് നമ്മൾ പറയത്തില്ല എന്നാ ആവശ്യമില്ലാത്തതോ അല്ലെങ്കിൽ എന്നാ എൻ്റെ ഹസ്ബൻഡായിട്ടോ ഉള്ള പുള്ളിക്കാരൻ ഇവിടെ ഇരിക്കുന്നതുകൊണ്ടല്ല ഞാൻ സംസാരിക്കുന്നത്. പക്ഷെ ഒരു പ്രാവശ്യം പോലും ആവശ്യമില്ലാത്ത ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. നമ്മൾ പറയത്തില്ല എന്നാ ഒരു ബാഡ് വേർഡ്, യുനോ. എനിക്കിപ്പം ഇതിനകത്ത് എനിക്ക് എക്സാമ്പിൾ പോലെ എനിക്ക് പറയാൻ അറിയത്തില്ല. ഒരു ബാഡ് വേർഡ് വരെ ഇന്ന് ഞാൻ, എന്നിട്ട് ഇപ്പൊ തന്നെ എനിക്ക് തന്നെ വല്ലതും ദേഷ്യം വന്നാലോ എന്തെങ്കിലും ചെയ്താലും പുള്ളി മിണ്ടാതിരിക്കും. എന്നിട്ട് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല നീ അത് ചെയ്തത് ശരിയല്ലായിരുന്നു, അതായിരുന്നെന്ന്. അത് ഞാൻ പുള്ളീനെ കണ്ട് പിന്നെ ഞാൻ മനസ്സിൽ വിചാരിക്കുകയും ചെയ്തു, ലൈക്ക് വൈ എം ഐ ഡൂയിങ് ദിസ്, യുനോ. എനിക്ക് എന്തിനാ, വൈ എം ഐ ലൈക്ക് യുനോ ഈ വോക്കലായിട്ട് ഇങ്ങനെ ഞാൻ എന്തെങ്കിലും പറയുന്നതോ എന്തെങ്കിലും എന്തിനാന്ന്. എന്നിട്ട് അത് മാത്രമല്ല, ഞാനിപ്പം നമ്മൾ പറയത്തില്ലേ കുറ്റം പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരും നേച്ചറിലായിരിക്കും. എന്നിട്ട് അതിനകത്ത് നമുക്ക് നല്ല സന്തോഷവും കിട്ടും, ഓരോരുത്തരുടെ കുറ്റം പറയാൻ, ഗുണായ്മയോ ഒക്കെ പറയാൻ. പുള്ളിയുടെ അടുത്ത് പോയി ഞാൻ എന്തെങ്കിലും ഇപ്പം എൻ്റെ ഫ്രണ്ട്സിൻ്റെയോ അല്ലെങ്കിൽ എൻ്റെ ജോലിയിൽ സംബന്ധിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ പുള്ളി പറയുന്നത് എന്തോ ആണോ, എന്തിനാ വിട്ടേര്, യുനോ, എന്തിനാ ഷേർലി, ഡോണ്ട് യു തിങ്ക്. എന്നിട്ട് പുള്ളി അതിൻ്റെ ഒരു നെക്സ്റ്റ് വേർഷൻ ദാറ്റ് മേ ബി ദിസ് ഹാപ്പൻഡ്, മേ ബി ഇത് സിറ്റുവേഷൻ ആയിരിക്കും, അതായിരിക്കും അവരിങ്ങനെ റിയാക്ട് ചെയ്തതെന്ന് പറഞ്ഞ. അപ്പം ശരിക്കും ഇന്ന് ഞാൻ ഇത്രയും വർഷം കഴിഞ്ഞപ്പം എനിക്ക് തോന്നുന്നത് എന്തുവാണെന്നറിയാമോ, എൻ്റെ അതിനകത്ത് ഒത്തിരി വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ലൈക്ക് ഞാനിപ്പോൾ അത്രയും റിയാക്ട് ചെയ്യത്തില്ല എൻ്റെ ലാംഗ്വേജിലും എൻ്റെ സ്വഭാവത്തിലും എൻ്റെ ഒത്തിരി. എന്നിട്ട് അതിൻ്റെ എല്ലാം ഐ ഗിവ് ദ ക്രെഡിറ്റ് ടു ഹിം. ബിക്കോസ് അത് കണ്ട് എന്നിട്ട് പുള്ളിയുടെ ആ നേച്ചറും അതും ഒക്കെ കണ്ട്, യുനോ. ഇപ്പം എനിക്ക് വല്ലതും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാൻ ജസ്റ്റ് ഇത് പറയത്തുള്ളൂ, സാമച്ച എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, ആൻഡ് ഹി അണ്ടർസ്റ്റാൻഡ്സ് ദാറ്റ് ബെറ്റർ. സോ എന്നിട്ട് ആസ് ഫാർ ആസ് ഹിസ് നോളേജ് ആൻഡ് എവറിത്തിങ് ഈസ് കൺസേൺഡ്, പുള്ളി ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ എന്തെങ്കിലും ഒന്ന് കണ്ടാൽ, ഇപ്പം ഞങ്ങൾ തന്നെ ഒരു സ്റ്റോറിൽ തന്നെ പോയാൽ പുള്ളി എന്തെങ്കിലും ഒരു അത് ചെയ്ത് തന്നെ, അപ്പൊ പുള്ളിക്ക് എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റ് ചെയ്ത് ഇത് ഇവരെങ്ങനെയാ ചെയ്തെടുത്തത്, പുള്ളി അവിടെ നിന്ന്. എന്നിട്ട് അന്ന് തന്നെ എന്നാ എവിടെയായിരുന്നു, നമ്മുടെ ക്രിസ്മസിന്റെ ഏതാണ്ട് ഞങ്ങൾ സ്റ്റോറിൽ പോയി, വാൾമാർട്ടിനകത്ത്. അപ്പൊ ക്രിസ്മസിന്റെ അവിടെ ഒത്തിരി അവർ ടോയ്സും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട്. പുള്ളി ഒരു ടോയ് അത് ഇത് എങ്ങനെ, ഹൗ ഡു ദേ ഡു ദിസ് എന്ന്. എന്നിട്ട് അവിടെ നിന്ന് കൊടുക്കും. അപ്പൊ ഞാൻ പറയും ചെയ്തു, സമയത്ത് ഇത് പിള്ളേർക്ക് വേണ്ടിയുള്ള കാര്യം, എന്തിനാ നമ്മൾ ഇതിനകത്ത് കയറി. അവിടെ ഇല്ല, അതല്ല, ഞാനത് നോക്കുന്നത് എന്താണോ, ഇതെങ്ങനെയാ ഇവരിത് ചെയ്തെടുത്തത്. സോ what I'm trying to say is പുള്ളിയുടെ മൈൻഡ്, ഇപ്പൊ തന്നെ എന്നാ അന്ന് ഇപ്പം ഞങ്ങള് പ്രോപ്പർട്ടിയുടെ ഇത് ഒക്കെ എല്ലാം ചെയ്ത് അത് ഒന്ന് പുള്ളിക്ക് അത് വലിയ ഇൻട്രസ്റ്റ് തോന്നി അതിനകത്ത്. അപ്പം ബിൽഡിങ്സ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് അപ്പം പ്രോപ്പർട്ടിയുടെ ഇതെങ്ങനെയാ, ഒരു ഏജന്റ് അതെങ്ങനെയാ വർക്ക് ചെയ്യുന്ന, അവരൊക്കെ ലൈസൻസ് എടുക്കണം, ഇത് ചെയ്യണം. കെൻ യു ബിലീവ് ഇറ്റ്? ഒരു ദിവസം എന്നോട് വന്ന് പറയാ ഞാൻ ആ കോഴ്സിന് വേണ്ടി എൻറോൾ ചെയ്തെന്ന്. ഞാൻ പറഞ്ഞു സാധിച്ച യുനോ എന്തിനാണ്, ഇല്ല അത്. അപ്പൊ പുള്ളിക്ക് അത് എന്താണോ അതിന്റെ ഡിഗ്രി കിട്ടണം എന്നല്ല, ഐ വോണ്ട് ടു ഗെറ്റ് ദാറ്റ് നോളജ്. ഹൗ ഡു ദേ ഡു ഇറ്റ്, വാട്ട് ഡു ദേ ഡു. അപ്പം ഈ ഒരു വലിയ ഇൻക്വിസിറ്റീവ് ഇങ്ങനെ എപ്പോഴും, ഇറ്റ് ഡസന്റ് സർപ്രൈസ് മീ, എപ്പോഴും വന്ന് പറയും ഞാൻ ആ കോഴ്സിന് വേണ്ടി ജോയിൻ ചെയ്തു, എന്നിട്ട് അത് എപ്പോഴാ പഠിക്കുന്നത്, എങ്ങനെയാ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ലാപ്ടോപ്പും എടുത്തോണ്ടിരിക്കുക, അപ്പൊ ചോദിക്കും എന്തോ ചെയ്യുന്നതെന്ന്, അതിനുവേണ്ടി ഞാൻ പഠിക്കുക, ഐ എം ലേണിംഗ് അബൌട്ട് ഇറ്റ്, ഐ എം റീഡിങ്. എന്നാ ആ കോഴ്സ് ചെയ്യുന്നോണ്ട് വേറെ കാര്യങ്ങളിൽ അത് ചെയ്യുന്നില്ല, വേറെ ജോലികളോ അല്ലെങ്കിൽ നമ്മളുടെ എക്സ്പെക്ടേഷൻസിൽ നിൽക്കുന്നില്ല. ഗ്രോസറി ഷോപ്പിങ്ങിനും പോവും, സാറ്റർഡേ മൂവീസിലും എൻ്റെ കൂടെ വന്നിരിക്കും, അല്ലെങ്കിൽ വീട്ടിൽ കുക്കിങ്ങിലും ഹെൽപ്പ് ചെയ്യും, ക്ലീനിങ്ങിലും ഹെൽപ്പ് ചെയ്യും.
ആ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, അതിന്റെ കൂടെ ഇതും ചെയ്യും. എപ്പോഴാ ചെയ്യുന്നതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. സോ ബേസിക്കലി പുള്ളിയുടെ ഞാനിപ്പം കൂടെ താമസിച്ചിട്ട് എനിക്ക് ഒരു അതിശയമാ തോന്നുന്നത് ദാറ്റ് ഒരു പ്രായമാകുമ്പോഴത്തേക്ക് ഇപ്പൊ എന്റെ ലൈക്ക് ഞാൻ വിചാരിക്കും മതി ഇനി എന്തോ പോകേണ്ടതെന്ന്. ചിലരൊക്കെ ഇപ്പൊ ജോലിയിൽ തന്നെ അന്ന് ആരോട് why don't you do an MBA എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു എന്തോ MBA നമ്മളിപ്പോ എല്ലാം നോക്കി കണ്ട് എന്നാ എപ്പോഴാ ഇനി റിട്ടയർ ആവേണ്ടതെന്ന് നോക്കിയിരിക്കുക. എനിക്ക് അത്രയും പ്രായമൊന്നും ഇല്ല കേട്ടോ, ഒന്ന് അടിച്ചെന്നേ ഉള്ളൂ. എന്നാ റിട്ടയർ ആകാനൊക്കെ അതിന്റെ ഇടയ്ക്ക് ഇനി എന്തോ MBA എടുക്കാനാ എന്തോ അത് ചെയ്യാനാന്ന്. പക്ഷെ പുള്ളി go ahead do it. പുള്ളിക്ക് ഇറ്റ്സ് നോട്ട് അബൌട്ട് എ ഡിഗ്രി, ഇറ്റ്സ് അബൌട്ട് acquiring knowledge. എങ്ങനെയാ ഞാൻ എങ്ങനെ കൂടുതൽ നോളജ് അക്വയർ ചെയ്യേണ്ടതെന്ന്. ആൻഡ് ദാറ്റ്സ് എ ഗ്രേറ്റ് സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ. ലൈക്ക് എനിക്കത് വലിയ അതിശയമായിട്ട് അത് തോന്നുന്നത് ദാറ്റ് എങ്ങനെയാ ഇതെല്ലാം ചെയ്തെടുക്കുന്നതെന്ന്. ഐ എം പ്രൗഡ് ഓഫ് യു. What difference he made in you? One character, anything, what he has changed, or you don't want to do that? ഏറ്റവും വലിയെന്ന് പറഞ്ഞാൽ എൻ്റെ പേഴ്സണാലിറ്റി മൊത്തം മാറ്റി. പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ എൻ്റെ ഐ എം നോട്ട് ടോക്കിംഗ് എന്നിട്ട് എന്നെ ഒത്തിരി എൻകറേജ് ചെയ്യും കേട്ടോ. ഇപ്പൊ തന്നെ എന്നാ എന്തെങ്കിലും എന്നകത്ത് സാമച്ച എനിക്ക് ഷോയിൽ ഞാൻ പോവുക അല്ലെങ്കിൽ ഇത് ഗോ ഹെഡ് ഇന്ന് വരെ നോ എന്ന് പറഞ്ഞ ഒരു കാര്യമില്ല. പക്ഷേ അറ്റ് ദ സെയിം ടൈം പുള്ളി എന്നോട് പറഞ്ഞിട്ടില്ല നീ ദേഷ്യപ്പെടും ഒത്തിരി അല്ലെങ്കിൽ നീ ഒത്തിരി ക്വിക്ക് റിയാക്ഷൻസ് തരുന്ന. എന്നോട് പുള്ളി കംപ്ലൈന്റ് ആയിട്ട് ഒന്നും വരെ പറഞ്ഞിട്ടില്ല. പക്ഷെങ്കിൽ പുള്ളീനെ കണ്ട് പുള്ളിയുടെ റിയാക്ഷൻസ് നോക്കി എൻ്റെ അതിനകത്ത് ഭയങ്കര വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ലൈക്ക് ഇന്നിപ്പം ഐ ലുക്ക് ബാക്ക് ഒരു 20 years മുമ്പത്തെ അല്ലെങ്കിൽ 25 years മുമ്പത്തെ എന്നിട്ട് ഇന്നത്തെ ഞാനെന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ അതിശയം തോന്നും. ദർ ഇസ് എ ഹ്യൂജ് ചേഞ്ച് ഇൻ മീ, എ ഹ്യൂജ് ഡിഫറൻസ്. എന്നിട്ട് ഞാൻ അതിനകത്ത് ഇപ്പൊ തന്നെ എൻ്റെ സിസ്റ്റേഴ്സിനോട് തന്നെ അവരൊക്കെ സംസാരിക്കുമ്പോൾ തന്നെ എനിക്ക് ആ വ്യത്യാസം അറിയാം. ദാറ്റ് ഹൗ ഐ റിയാക്ട് ടു തിങ്സ് ആൻഡ് ഹൗ ദേ റിയാക്ട് ടു തിങ്സ്. ഞങ്ങൾ സെയിം ഒരു ഫാമിലിയിൽ വളർന്നതാ, പക്ഷെങ്കിൽ പുള്ളിക്കാരത്തി എൻ്റെ റിയാക്ഷൻസ് ആർ വെരി ഡിഫറെൻറ്റ്. അതിനകത്ത് വലിയ ഒരു ഇൻഫ്ലുവൻസ് അല്ലൻ സാമച്ചാൻ്റെതാ. ലൈക്ക് ലുക്കിംഗ് അറ്റ് ഹിം അത് ചെയ്ത് ഒത്തിരി വ്യത്യാസങ്ങൾ എൻ്റെ അതിനകത്ത് വന്നിട്ടുണ്ട്. അത് പറയുമ്പോഴാണ് ഷേർലിയുടെ കഴിവ് എൻ്റെ കഴിവിനെക്കാട്ടി ഡിഫറെൻ്റ് ആണ്. രണ്ട് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഷേർലി ആണെങ്കിൽ ഇപ്പം സ്റ്റേജിലായാലും അല്ലെ എവിടെ ആയാലും വളരെ ഇൻസ്റ്റന്റ് ആയിട്ട് ആ തോട്ട് വരും, അത് പ്രസന്റ് ചെയ്യാനുള്ള കഴിവും അതെല്ലാം വരും. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. എൻ്റെ ഹോൾ ഡിഫറെൻ്റ് ആണ്. ഇപ്പൊ ഞാനൊരു ബുക്ക് വായിച്ച് ഒരു പേജ് വായിക്കണമെങ്കിൽ 1/2 മണിക്കൂർ എടുക്കും. നമ്മൾ പതുക്കെ ഓരോ ലൈൻ വായിച്ച് അതിന്റെ ഇൻഫർമേഷൻ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കി അങ്ങനെ ഞാൻ വായിക്കുന്നത്. ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അപ്പൊ അതുകൊണ്ട് ചിലർക്ക് ചില ഹസ്ബൻഡ്സിന്റെ ഒരു വൈഫ് ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യുന്നുണ്ട് ഒരു അസൂയ പോലെ ചിലപ്പോൾ തോന്നാറുണ്ട്. അപ്പൊ ഞാനൊരിക്കൽ പറഞ്ഞു എനിക്കിപ്പോ അതിനെക്കാട്ടി വലിയ കഴിവ് എനിക്കുണ്ട്. പിന്നെ ഞാനത് പക്ഷെ ഇങ്ങനെയുള്ള പേഴ്സണാലിറ്റി സാധാരണ ഇതിലോ എല്ലാവരും ഒരേ രീതിയിൽ ഒരു കോളേജിൽ പഠിച്ച MSc-ക്കാര് അവരുടെ ഗ്രോത്ത് സെയിം പാറ്റേൺ ആണ്. ലൈഫിലും സെയിം ആയിരിക്കും. രണ്ടുപേർക്കും ഡോക്ടറേറ്റ് എടുക്കും, രണ്ടുപേരും കോളേജിൽ പഠിപ്പിക്കുന്നു എന്നുള്ള. ഇത് ടു ഡിഫറെന്റ്. ഇപ്പം തന്നെ ഷേർലി ജോലിയിലാണെന്ന് വരികയും ഇപ്പം നല്ലൊരു പൊസിഷനില്ല അവിടെ ജോലി ചെയ്യുന്നത്. ഒരുപാട് മലയാളികളെയും പിന്നെ അവിടെ ജോലിക്ക് റെക്കമെൻഡ് ചെയ്ത് ഞാൻ ഇത് ഫൈനാൻസിലാണ്. റിയൽ എസ്റ്റേറ്റ് ഒരു സൈഡ് ബിസിനസ്. അത് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ പറയാനെന്ന് പറഞ്ഞാൽ നാട്ടിലെ എഡ്യൂക്കേഷന്റെ സമ്പ്രദായം വളരെ അപ്രീഷ്യബിൾ ആണ്. ഞാനത് കഴിഞ്ഞ ദിവസം പറഞ്ഞു. കാരണം എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ആൾ മെക്കാനിക്കൽ ആണെങ്കിലും ഇലക്ട്രിക്കലും സിവിലും അതിൻ്റെ കൂടെ പഠിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഒരു ചെറിയൊരു കണക്ഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ട് അത് പിന്നെ നമുക്ക് ഏത് സൈഡിലും ഗ്രോ അപ്പ് ചെയ്ത് എടുക്കാൻ പറ്റും. അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. ടീച്ചറിനെ ബുദ്ധിമുട്ടിച്ച ഒരു കാര്യം എന്താ ഇദ്ദേഹത്തിന്റെ ഈ കണ്ടിന്യൂസ് സ്റ്റഡി ബുദ്ധിമുട്ടിച്ച ഒരു കാര്യം അല്ല. എനിക്ക് ബുദ്ധിമുട്ടായിട്ട്
ആ ബേൺ ചെയ്യണം. ബുദ്ധിമുട്ടായിട്ട് അങ്ങനെ എനിക്ക് തോന്നിയിട്ടേ ഇല്ല. ബിക്കോസ് ഞാൻ പറഞ്ഞല്ലേ, പുള്ളിയുടെ പഠിത്തത്തിന്റെ കൂടെയും പുള്ളി വേറെ എല്ലാ കാര്യങ്ങളും അത്രയും തന്നെ 100% തന്ന് യുനോ അത് ചെയ്യുമായിരുന്നു. യാ, ഇത് നമുക്ക് തോന്നത്തില്ല. യാ 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 അപ്പം പുള്ളിക്കാരന് ഇന്ന് വരെ നമുക്ക് തോന്നത്തേ ഇല്ല. ഈ ഒരു മീറ്റിന് തന്നെ സാർ വരിക എന്ന് പറഞ്ഞാൽ Yeah. he is an industrialist, big Yeah. industrialist. Yeah. You don't need to, but you know, Malayali community. Absolutely. Yeah. ഞങ്ങള് മലയാളി അസോസിയേഷനുമായിട്ട് ഒത്തിരി കണക്റ്റഡാണ്. ശരിക്കും പറഞ്ഞാല് ഞാൻ പ്രസിഡന്റ് ആയിട്ടുണ്ട്. പിന്നെ ഷേർലിയാണ് അവിടുത്തെ ആദ്യത്തെ വുമൻ മലയാളി അസോസിയേഷൻ പ്രസിഡന്റ്, അങ്ങനെ വൈസ് പ്രസിഡന്റ്, അങ്ങനെ പല പ്രസിഡന്റ് ആയിട്ടുണ്ട്. ഞങ്ങളതൊരു സന്തോഷമായിട്ട് അതിലിങ്ങനെ. ഇപ്പൊ ശരിക്കും പറഞ്ഞാല് ഏഷ്യൻ അസോസിയേഷന്റെ ഈസ് ദ വൈസ് പ്രസിഡന്റ്. ഏഷ്യൻ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ജപ്പാൻ, ചൈന, വിയറ്റ്നാം, കൊറിയ, ഫിലിപ്പീൻസ്, ഒക്ലഹോമയിലുള്ള ഏഷ്യൻ എല്ലാ അസോസിയേഷൻ, ഏഷ്യൻ കൺട്രീസിൽ നിന്നുള്ള ആളുകളുടെ ഓരോ ഗ്രൂപ്പ്സ് അവിടെ ഉണ്ട്. അതിലുള്ള ഒന്നിച്ചുള്ള ഒരു ഗ്രൂപ്പാണ് ഏഷ്യൻ അസോസിയേഷൻ ഓഫ് ഒക്ലഹോമ. അപ്പൊ അതിന്റെ സെക്രട്ടറിയാണ് ഷേർലി, ഞാൻ വൈസ് പ്രസിഡന്റ്. ഞങ്ങള് അതിനകത്തും ആക്റ്റീവായിട്ട്, അതിനകത്ത് വളരെ ആക്റ്റീവായിട്ട്, അതിനകത്ത് ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് ഈ ഫോമായുടെ ഒരു ചെറിയ രൂപം എന്ന് പറയാം. പക്ഷേ ഡിഫറെന്റ് കൾച്ചറീസ്, ഡിഫറെന്റ് കൺട്രീസ് ഉള്ള ഒരു ഗ്രൂപ്പ്. നിങ്ങൾ ഇന്റർനാഷണൽ ടൂർ പോയ സ്ഥലങ്ങളൊക്കെ ഏതൊക്കെയാണ്? ഓൾമോസ്റ്റ് ലൈക്ക് ഞങ്ങളിപ്പം ഒക്ടോബറിൽ തന്നെ എന്നാ ഇംഗ്ലണ്ട്, ലൈക്ക് ഇംഗ്ലണ്ട് അല്ല, അത് മൊത്തം യൂറോപ്യൻ, 10 യൂറോപ്യൻ കൺട്രീസ് ആ സമയത്ത് പോയതായിരുന്നു. നമ്മുടെ ഹോളി ലാൻഡിന്റെ അവിടെ ഒക്കെ പോയിട്ടുണ്ട്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ആഫ്രിക്ക ആൻഡ് ഓസ്ട്രേലിയ ആർ ദ ഓൺലി 2 പ്ലേസസ് ഞങ്ങൾ പോയിട്ടില്ലാത്തത്. ബാക്കി എല്ലായിടത്തും വൈഡ്ലി ട്രാവൽ. അതാ ഞങ്ങൾ ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത് അടുത്ത ട്രിപ്പിന്റെ കൂടെ. എന്തെങ്കിലും കൂടുതൽ ആഡ് ചെയ്യാനോ? ഒരു ലണ്ടനിലെ ഹിന്ദി പാട്ട് പാടാൻ പറ്റുമോ? വേറെ ഫ്രെയിം കിടക്കും. അമേരിക്കയിൽ വളരുന്ന കുട്ടികളെ പറ്റി നിങ്ങൾക്ക് ഒരു ധാരണ എന്താണ്? ബേസിക്കലി ആവറേജ് മലയാളി ചിൽഡ്രൻ ഗ്രോയിങ് അപ്പ് ഹിയർ ഓർ ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഹിയർ, എന്താണ് ആ കൾച്ചറിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അതോ ശരിക്കും ഒരു കാര്യം പറഞ്ഞാല്, എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എനിക്കിപ്പോ തോന്നി, അല്ലെങ്കിൽ നമ്മുടെ പിള്ളേര് ദേ ആർ മോർ അറ്റാച്ച്ഡ് ടു ദ ഇന്ത്യൻ കൾച്ചർ വേഴ്സസ് നമ്മുടെ ഇന്ത്യയിൽ വളരുന്ന പിള്ളേര്. ഇപ്പൊ എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ തന്നെ അമ്പലത്തിലോ അല്ലെങ്കിൽ പള്ളികളിലോ അങ്ങനെയായിരിക്കും ഈ പിള്ളേരെല്ലാം വളർന്നു വരുന്നത്. അപ്പം എന്നിട്ട് പിന്നെ കൂടുതൽ ഈ അമേരിക്കൻസിന്റെ കൂടെ അത് ചെയ്യുമ്പം അവരവരുടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ആയിട്ട് പേരൻസ് തന്നെ ദേ ആർ വെരി പെർട്ടിക്കുലർ ഇന്ത്യൻ കൾച്ചറും ഇന്ത്യൻ എന്നാ കമ്മ്യൂണിറ്റീനോട് ഒരു അറ്റാച്ച്മെന്റും ഇന്ത്യൻ ഫെസ്റ്റിവൽസും കാര്യങ്ങളും എല്ലാം നല്ലപോലെ ചെയ്തെടുക്കണം. അപ്പം എൻ്റെ ഒരു വിചാരം ഇവിടെ വളരുന്ന പിള്ളേരെന്ന് പറഞ്ഞാൽ ശരി, അവർക്ക് ലാംഗ്വേജ് അത്ര അറിയത്തില്ലായിരിക്കും, അല്ലെങ്കിൽ മലയാളമോ വല്ലോ എഴുതാനും വായിക്കാനും ഒന്നും അത്ര അത് അറിയത്തില്ലായിരിക്കും. പക്ഷെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള പിള്ളേരെല്ലാവരും ദേ ആർ വെരി അറ്റാച്ച്ഡ് ടു ദെയർ കൾച്ചർ. അവര് പിന്നെ എന്നിട്ട് ശരിക്കും പറഞ്ഞാൽ പോയി കല്യാണം കഴിക്കുന്നതും അവർ ഫസ്റ്റ് പ്രിഫറൻസ് എപ്പോഴും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ ഉള്ള പിള്ളേരെ ആയിരിക്കും. പിന്നെ ചിലർക്കൊക്കെ അമേരിക്കൻ പാർട്ട്നേഴ്സിനെ കൊണ്ടുവരും. പക്ഷെങ്കിൽ അതിനകത്ത് ഞാൻ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അവർ അമേരിക്കൻ പാർട്ട്നേഴ്സിനെ ചെയ്താലും അവരെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ കൊണ്ടുവന്ന് അവരുടെ കൂടെ മിങ്കിൾ ചെയ്യുന്ന ഞാൻ ഒത്തിരി പിള്ളേരെ കണ്ടിട്ടുണ്ട്. അവരുടെ സ്പൗസസ് അമേരിക്കൻസ് ആയിരിക്കും, പക്ഷെ നമ്മുടെ ഇന്ത്യൻ കല്യാണത്തിനൊക്കെ അവർ ഇന്ത്യൻ ജുബയും അല്ലെങ്കിൽ ലഹങ്കയും ഒക്കെ ഇട്ടുകൊണ്ടായിരിക്കും ആ പിള്ളേർ വരുന്നത്. അപ്പം that's very good to see that two cultures coming together. ജയ്പൂരിൽ പഠിക്കുകയും ജയ്പൂരിൽ ജോലി നോക്കാനൊക്കെ ശ്രമിച്ച താങ്കൾ അന്ന് ഉദ്ദേശിച്ച ഒരു ഫ്യൂച്ചർ ഡ്രീം എന്താണ്? പഠിക്കുന്ന കാലത്തും കോളേജിൽ പോകുന്ന കാലത്തും നോർത്ത് ഇന്ത്യൻസ് ആണല്ലോ നമ്മുടെ കേരളത്തിലെ ആൾക്കാരെ അപേക്ഷിച്ച് നോർത്ത് ഇന്ത്യൻ ബോയ്സ് ഒക്കെ പഞ്ചാബീസ് ഡ്രീം എന്താണ്? കരിയർ വൈസ് നോക്കിയാലും എനിക്കെപ്പോഴും ലൈക്ക് ഫ്ലൈ ഹൈ, ബിഗ് ഡ്രീംസ്. എനിക്കെപ്പോഴും ലൈക്ക്
നമ്മൾ പറയത്തില്ലേ എന്നാ ശരിക്കും തുടങ്ങിയപ്പം ഞാൻ ഒരു എയർ ഹോസ്റ്റസ് ആകണം എന്നായിരുന്നു. ആൻഡ് ഞാൻ എയർലൈൻ ജോബും അതും ഒക്കെ ആയിരുന്നു. എന്നിട്ട് ശരിക്കും എനിക്ക് കാത്തെ പാസിഫിക്കിൽ ഞാൻ ദൂരദർശനും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ എനിക്ക് കാത്തെ പാസിഫിക്കിൽ ജോലിയും കിട്ടിയതായിരുന്നു. പക്ഷെങ്കിൽ അപ്പോഴായിരുന്നു എൻ്റെ പപ്പായുടെ അതൊക്കെ ഉണ്ടായത്. ആൻഡ് ദെൻ ഐ ഹാഡ് ടു പുൾ ബാക്ക് ഫ്രം ദെയർ. സോ ശരിക്കും ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു എൻ്റെ പപ്പയുടെ ഡിമൈസ് എന്ന് പറഞ്ഞാൽ. അതൊരു ഞങ്ങളുടെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. പക്ഷേ നമ്മൾ പറയത്തില്ലേ ദൈവത്തിന് ഒരു യെസ് ഇൻ ഗോഡ്സ് ഹാൻഡ്സ്. യാ മാൻ പ്രപ്പോസസ് ആൻഡ് ഗോഡ് ഡിസ്പോസസ്. യെസ് യാ. ഇന്നലത്തെ ഫോമായിട്ട് ഇവിടുത്തെ 4 ദിവസത്തെ പ്രോഗ്രാം എങ്ങനെയാണ് വീക്ഷിക്കുന്നത്? യെസ് നല്ല പ്രോഗ്രാം. നല്ല നമ്മൾ വന്നപ്പോ തന്നെ എല്ലാം നല്ല ഗ്രാൻഡ് ഓപ്പണിങ്ങും എല്ലാം ഗ്രാൻഡ് നല്ല ഫുഡും എല്ലാം കാര്യങ്ങളും. ശരിക്കും ഫോമാടെ ഉള്ള കൺവെൻഷൻസ് എല്ലാം നമ്മൾ കണ്ടാല് ഒത്തിരി ഗ്രാൻഡും ഒത്തിരി. എന്നിട്ട് ദ ബെസ്റ്റ് തിങ് ഈസ് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ആളുകളെ വേറെ എന്തൊക്കെയാ ഇവിടെ ചെയ്യുന്നത്, ആരൊക്കെയാ പരിചയപ്പെടുകയും എന്നിട്ട് അവരോട് മീറ്റ് ചെയ്യുകയും so it feels good. It feels really good, like നമ്മുടെ ആളുകൾ ഇത്രയും നല്ലപോലെ പോകുന്നുണ്ടല്ലോ എന്ന് നോക്കിയേ. എന്നിട്ട് ഒരു കൂട്ടായ്മ ഒരു നമ്മൾ പറയത്തില്ലേ ഒരു കേരളത്തിനെ നമ്മൾ ഫോമാടെ കമ്മ്യൂണിറ്റിയിൽ കൺവെൻഷനിൽ ഇവിടെ ഏത് സ്റ്റേറ്റിലാണ് നടക്കുന്നതെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുവരും. സോ ഇറ്റ്സ് എ ഫൺ ഇവന്റ്. ഒത്തിരി എൻജോയ് ചെയ്യും, ഒത്തിരി ആളുകളെ കാണും, പരിചയപ്പെടും. ഒരു നല്ലൊരു ഫീലിംഗ് പഴയ പരിചയക്കാരെ ഫ്രണ്ട്സിന്റെ പരിചയം പുതുക്കുക, പുതിയ ഫ്രണ്ട്സിനെ കൂടുതൽ നമ്മൾ ബിൽഡ് ചെയ്യുക. സക്സസ് ആയ ആൾക്കാരെ പരിചയപ്പെട്ടാൽ അവരുടെ ഐക്കോൺ നമ്മുടെ സാറിന്റെ ആ പൊസിഷൻ കണ്ടിട്ട് ഞങ്ങളൊക്കെ ഒരു ദാഹം നമ്മുടെ ഉള്ളിൽ വളർന്നു. അതാണ് ഒരു കാര്യം. ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകതയും കൂടിയാണ്. നമ്മളൊരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അത് ചെയ്തെടുക്കാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ട്. നമ്മളതിനിറങ്ങണം. അതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്താൽ അതിന്റെ പ്രയോജനം കിട്ടും. ഇന്നത്തെ ഇന്റർവ്യൂവിൽ ഒരു ക്യാപ്ഷൻ ലൈൻ ഞാൻ in Jaipur, Jaipur and Oklahoma, or Jaipur person in Oklahoma, or family Jaipur in Oklahoma. दूरदर्शन बाकी पढ़ने वाले हम मिलेंगे जयपुर में. അല്ലെങ്കിൽ ഡ്രീം കം ട്രൂ. ഞാനൊരു വൈഡർ പെർസ്പെക്റ്റീവ് പറഞ്ഞാല് ആഫ്രിക്കൻ ടൈഗർ ഡ്രീം ബിഗ്. Yes, dream big. That should be like നമ്മുടെ ലൈഫിൽ ഞാൻ പറഞ്ഞില്ലേ പപ്പ മരിച്ചു കഴിഞ്ഞപ്പം എനിക്ക് തോന്നി എൻ്റെ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഞാൻ ഉദ്ദേശിച്ചത് അയ്യോ ഇതൊന്നും പറ്റിയില്ലല്ലോ, ആയില്ലല്ലോ, നമുക്ക് നമ്മുടെ ഡ്രീംസ് അത് ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞ് അവിടെ നമ്മൾ ഒത്തിരി ഒരു നിരാശപ്പെട്ടതായിരുന്നു. പക്ഷെങ്കിൽ ഫാമിലിയാ നമ്മുടെ എല്ലാം എന്ന് പറഞ്ഞ് അത് വിട്ട് കഴിഞ്ഞിട്ടും ദൈവം കൈവിട്ടില്ല. എന്നിട്ട് he gave lot of more opportunities, lot of more exposure. എന്നിട്ട് എവിടെ പോയതും സക്സസ് തന്നു. അപ്പം ഡ്രീം ബിഗ് and believe in God. Things will work. Thank you. Yeah. Thank you. Mr. Sam and Shirley. Yeah. Sam ne phone vidichittundayiruന്നു, but I never expected I would meet Shirley. Yeah. All right. Thank you so much. Thank you. Very nice talking to you. Thank you.